കാലയാത്രികന്റെ കയ്യിൽ ഇരിക്കുന്നത് വെട്ടിത്തിളങ്ങുന്ന ഒരു ലോഹക്കൂടാണ്. ഏതാണ്ടൊരു ചെറിയ ക്ലോക്കിന്റെ വലിപ്പം മാത്രം. അങ്ങേയറ്റം സൂക്ഷ്മമായാണ് അതിന്റെ നിർമ്മിതി. ആനക്കൊമ്പും സുതാര്യമായ ഏതോ സ്ഫടികവസ്തുവും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് അങ്ങേയറ്റം വ്യക്തതയോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അയാളുടെ വിശദീകരണം മുഖവിലക്കെടുത്തില്ലെങ്കിൽ തീർത്തും അവിശ്വസനീയമായ കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. മുറിയിൽ ചിതറിക്കിടന്നിരുന്ന 8 പട്ടങ്ങളുള്ള ചെറിയ മേശകളിലൊന്ന് അയാൾ വലിച്ചെടുത്ത് നെരിപ്പോടിനു മുന്നിലായിട്ടു. അതിന്റെ 2 കാലുകൾ തീപ്പായും ചവിട്ടിയാണിരുന്നത്. ആ മേശപ്പുറത്ത് അയാൾ ആ യന്ത്രമെടുത്തുവച്ചു. ശേഷം ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. മേശപ്പുറത്ത് ആ യന്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. പ്രകാശം മറച്ചുവെച്ച ഒരു ചെറിയ വിളക്കല്ലാതെ. അതിന്റെ ശോഭ ആ മാതൃകയുടെ മേൽ തട്ടിത്തിളങ്ങുന്നുണ്ട്. കൂടാതെ ചിമ്മിനിക്കു മുകളിലെ തട്ടിൽ പിത്തളക്കാൽകളിലായി 2 മെഴുകുതിരികളും ഭിത്തിയിലെ മറ്റു പല വിളക്കുകളും ചേർന്ന് ആ മുറിയെ അക്ഷരാർത്ഥത്തിൽ പ്രകാശപൂരിതമാക്കിയിരുന്നു. ഞാൻ തീയോടേറ്റവും അടുത്തുള്ള ഒരു താഴ്ന്ന കസേരയിൽ കാലയാത്രികനും നെരിപ്പോടിനുമിടയിലായിരുന്നു. ഫിൽബി അയാളുടെ പിന്നിലിരുന്ന് തോളിലൂടെ എത്തി നോക്കുന്നു. ഡോക്ടറും നഗരസഭാധ്യക്ഷനും വലതുവശത്തുനിന്നും മനഃശാസ്ത്രജ്ഞൻ ഇടതുവശത്തുനിന്നും അയാളെ നിരീക്ഷിക്കുന്നു. ആ ചെറുപ്പക്കാരൻ മനഃശാസ്ത്രജ്ഞന്റെ പിന്നിലായി നിൽപ്പുണ്ട്. ഞങ്ങളെല്ലാവരും അതീവ ജാഗരൂകരാണ്. ഇത്രയും പേരുടെ നിരീക്ഷണത്തിൽ, ഇത്രയും തെളിഞ്ഞ വെളിച്ചത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺകെട്ട് വിദ്യ കാണിക്കുക അസാധ്യമാണെന്ന് എനിക്കുറപ്പായിരുന്നു. കാലയാത്രികൻ ഞങ്ങളെയും പിന്നീട് ആ യന്ത്രത്തെയും മാറി മാറി നോക്കി. എന്താണിതിന്റെ അർത്ഥം? മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചു. ഈ കൊച്ചു സാധനം, കാലയാത്രികൻ മേശപ്പുറത്ത് കൈമുട്ടുകളൂന്നി ആ യന്ത്രത്തിന് മുകളിലായി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇതൊരു മാതൃക മാത്രമാണ്. കാലത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു യന്ത്രത്തിനായുള്ള എന്റെ പദ്ധതിയാണിത്. ഇതിന്റെ ഘടന അല്പം ചരിഞ്ഞാണെന്നും ഈ ദണ്ടിനു ചുറ്റുമൊരു വിചിത്രമായ മിന്നലാട്ടം കാണുന്നുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് യാഥാർത്ഥ്യമല്ലെന്ന പോലൊരു തോന്നൽ. അയാൾ വിരൽ ചൂണ്ടിക്കാണിച്ചു. ഇതാ ഇവിടെ വെളുത്ത ഒരു ചെറിയ ലിവറുണ്ട്, ഇവിടെ മറ്റൊന്നും. ഡോക്ടർ കസേരയിൽ നിന്നെഴുന്നേറ്റ് ആ വസ്തുവിലേക്ക് സൂക്ഷിച്ചു നോക്കി. മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇതുണ്ടാക്കാൻ 2 വർഷമെടുത്തു, കാലയാത്രികൻ മറുപടി നൽകി. ഞങ്ങളെല്ലാവരും ഡോക്ടറെപ്പോലെ അത് അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അയാൾ തുടർന്നു. ഇനി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലിവർ അമർത്തിയാൽ യന്ത്രം ഭാവിയിലേക്ക് തെന്നി നീങ്ങും, മറ്റേത് തിരിച്ചും. ഈ ഇരിപ്പിടം കാലയാത്രികനുള്ളതാണ്. ഞാനിപ്പോൾ ഈ ലിവർ അമർത്താൻ പോവുകയാണ്. അതോടെ ഈ യന്ത്രം യാത്ര തിരിക്കും. അത് അപ്രത്യക്ഷമാകും, ഭാവി കാലത്തിലേക്ക് കടന്നുപോകും, കണ്ണിനു മുന്നിൽ നിന്നും മാഞ്ഞുപോകും. അതുകൊണ്ട് ഈ വസ്തുവിനെ നന്നായൊന്ന് നോക്കിക്കോളൂ, മേശയും പരിശോധിച്ചോളൂ. ഇതിൽ യാതൊരു തട്ടിപ്പുമില്ലെന്ന് സ്വയം ബോധ്യപ്പെടൂ. ഈ മാതൃക വെറുതെ കളഞ്ഞിട്ട് ഒടുവിൽ ഞാനൊരു തട്ടിപ്പുകാരനാണെന്ന് കേൾക്കാൻ എനിക്ക് താൽപ്പര്യമില്ല. ഏകദേശം 1 മിനിറ്റോളം അവിടെ നിശബ്ദത തളം കെട്ടിനിന്നു. മനഃശാസ്ത്രജ്ഞൻ എന്നോട് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും വേണ്ടെന്ന് വെച്ചു. ഒടുവിൽ കാലയാത്രികൻ ലിവറിന് നേരെ വിരൽ നീട്ടി. പെട്ടെന്ന്, വേണ്ട, അയാൾ പറഞ്ഞു. നിങ്ങളുടെ കൈയൊന്ന് തരൂ. അയാൾ മനഃശാസ്ത്രജ്ഞന്റെ കൈ പിടിച്ച് ചൂണ്ടുവിരൽ നീട്ടി ആ ലിവർ അമർത്തിച്ചു. അങ്ങനെ ആ മാതൃകയെ അതിന്റെ അനന്തമായ കാലയാത്രയിലേക്ക് പറഞ്ഞയച്ചത് മനഃശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു. ആ ലിവർ തിരിയുന്നത് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. യാതൊരു തട്ടിപ്പുമില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പെട്ടെന്നൊരു കാറ്റടിച്ചു. വിളക്കിന്റെ നാളമൊന്ന് പിടഞ്ഞു. ചിമ്മിനിത്തട്ടിലെ മെഴുകുതിരികളിലൊന്ന് അണഞ്ഞുപോയി. ആ കൊച്ചുയന്ത്രം പെട്ടെന്നൊന്നു കറങ്ങി. അവ്യക്തമായി, ഒരു നിമിഷത്തേക്ക് അതൊരു പ്രേതരൂപം പോലെ. മങ്ങിയ വെളിച്ചത്തിൽ ഓടുമാനക്കൊമ്പും കലർന്നൊരു ചുഴി പോലെ. പിന്നെ ശൂന്യം. വായുവിൽ അലിഞ്ഞുപോയി. വിളക്കല്ലാതെ മേശപ്പുറം കാലിയായി കിടക്കുന്നു. എല്ലാവരും സ്തംഭിച്ചിരുന്നു പോയി. ഒടുവിൽ ഫിൽബി അത്ഭുതം സഹിക്കാനാവാതെ എന്തോ പിറുപിറുത്തു. അമ്പരപ്പിൽ നിന്നുണർന്ന മനഃശാസ്ത്രജ്ഞൻ പെട്ടെന്ന് മേശയ്ക്കടിയിലേക്ക് കുനിഞ്ഞു നോക്കി. അതുകണ്ട് കാലയാത്രികൻ ഉച്ചത്തിൽ ചിരിച്ചു. എന്തേ? മനഃശാസ്ത്രജ്ഞനെ ഓർമ്മിപ്പിക്കും വിധം അയാൾ ചോദിച്ചു. എന്നിട്ടെഴുന്നേറ്റ് ചിമ്മിനിത്തട്ടിലെ പുകയില ഭരണിയിൽ നിന്നും തന്റെ പൈപ്പ് നിറയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ പരസ്പരം മിഴിച്ചു നോക്കി. നോക്കൂ, ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ കാര്യമായിട്ടാണോ? ആ യന്ത്രം കാലത്തിലൂടെ സഞ്ചരിച്ചുവെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും, തീയിൽ നിന്നും ഒരു കൊള്ളിയെടുത്ത് കത്തിക്കുന്നതിനിടെ കാലയാത്രികൻ പറഞ്ഞു. പൈപ്പ് കത്തിച്ചുകൊണ്ട് അയാൾ മനഃശാസ്ത്രജ്ഞന്റെ മുഖത്തേക്ക് നോക്കി. താൻ സമനില തെറ്റിയിട്ടില്ലെന്ന് കാണിക്കാൻ
മനഃശാസ്ത്രജ്ഞൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു ചുരുട്ടെടുത്ത് മുറിക്കുക പോലും ചെയ്യാതെ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിന്റെ ഒരു വലിയ യന്ത്രം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അയാൾ പരീക്ഷണശാലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അത് പൂർത്തിയായാൽ ഞാനും ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ യന്ത്രം ഭാവിയിലേക്കാണ് പോയതെന്ന് നിങ്ങൾക്കുറപ്പാണോ? ഫിൽബി ചോദിച്ചു. ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ ഏതാണെന്ന് എനിക്കും ഉറപ്പില്ല. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം മനഃശാസ്ത്രജ്ഞന് ഒരു വെളിപാടുണ്ടായി. അതെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഭൂതകാലത്തിലേക്കായിരിക്കും, അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട്? കാലയാത്രികൻ ചോദിച്ചു. കാരണം അതിന് സ്ഥലമാറ്റം സംഭവിച്ചിട്ടില്ല. ഭാവിയിലേക്കാണ് പോയതെങ്കിൽ അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകണമായിരുന്നു. കാരണം ഭാവിയിലേക്കുള്ള യാത്രയിൽ ഈ സമയത്തിലൂടെയും അത് സഞ്ചരിക്കണമല്ലോ. പക്ഷേ ഞാൻ ഇടപെട്ടു. അത് ഭൂതകാലത്തിലേക്കാണ് പോയതെങ്കിൽ നമ്മൾ ആദ്യം ഈ മുറിയിൽ വന്നപ്പോൾ അതിവിടെ കാണേണ്ടതായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയും അതിനു മുൻപത്തെ വ്യാഴാഴ്ചയും അതിവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഗുരുതരമായ എതിർപ്പുകൾ. നഗരസഭാധ്യക്ഷൻ നിഷ്പക്ഷത നടിച്ചുകൊണ്ട് പറഞ്ഞു. ഒട്ടുമില്ല, കാലയാത്രികൻ മനഃശാസ്ത്രജ്ഞനോടായി പറഞ്ഞു. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾക്കിത് വിശദീകരിക്കാൻ കഴിയും. കാഴ്ചയുടെ പരിധിക്കും താഴെയുള്ള അവതരണം, അത്രയേയുള്ളൂ. ശരിയാണ്, മനഃശാസ്ത്രജ്ഞൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അതൊരു ലളിതമായ മനഃശാസ്ത്ര തത്വമാണ്. എനിക്കത് നേരത്തെ ചിന്തിക്കാമായിരുന്നു. കറങ്ങുന്ന ചക്രത്തിൻ്റെ അഴികൾ കാണാൻ കഴിയാത്തതുപോലെ, അല്ലെങ്കിൽ പാഞ്ഞുപോകുന്ന വെടിയുണ്ട കാണാത്തതുപോലെ. നമ്മളെക്കാൾ 50 100 ഇരട്ടി വേഗത്തിൽ അത് കാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ഒരു സെക്കൻഡ് പിന്നിടുമ്പോൾ അത് 1 മിനിറ്റ് പിന്നിടുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കാഴ്ചയുടെ വ്യക്തത 50-1 100 മാത്രമായിരിക്കും. അത് വ്യക്തമാണ്. അയാൾ യന്ത്രമിരുന്നിരുന്ന ശൂന്യമായ സ്ഥലത്തിലൂടെ കൈയോടിച്ചു. മനസ്സിലായില്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ 1 മിനിറ്റോളം ആ ഒഴിഞ്ഞ മേശയിലേക്ക് നോക്കിയിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം എന്തു തോന്നുന്നുവെന്ന് കാലയാത്രികൻ ചോദിച്ചു. ഇന്നത്തെ രാത്രിയിൽ ഇതെല്ലാം വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞു. പക്ഷേ നാളെ നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കാം. പകൽ വെളിച്ചത്തിന്റെ സാമാന്യ ബുദ്ധി ഉണരട്ടെ. നിങ്ങൾക്കാ യന്ത്രം നേരിൽ കാണണോ? കാലയാത്രികൻ ചോദിച്ചു. കയ്യിൽ വിളക്കുമെടുത്ത് കാറ്റടിച്ചു വീശുന്ന നീളനിടനാഴിയിലൂടെ അയാൾ പരീക്ഷണശാലയിലേക്ക് വഴി കാണിച്ചു. ആടിയുലയുന്ന വെളിച്ചം, നിഴലിൽ തെളിഞ്ഞ അയാളുടെ വിചിത്രമായ വലിയ തല, ചുവരുകളിൽ നിഴലുകളുടെ നൃത്തം, അതെല്ലാം എനിക്കിന്നും വ്യക്തമായി ഓർമ്മയുണ്ട്. അവിശ്വസനീയതയോടെ, എന്നാൽ ആകാംക്ഷയോടെ ഞങ്ങൾ അയാളെ പിന്തുടർന്നു. അവിടെ, ആ പരീക്ഷണശാലയിൽ, ഞങ്ങളുടെ കൺമുന്നിൽ അപ്രത്യക്ഷമായ ആ കൊച്ചു യന്ത്രത്തിൻ്റെ ബൃഹത്തായ രൂപം ഞങ്ങൾ കണ്ടു. നിക്കലും ആനക്കൊമ്പും സ്ഫടികശിലകളും കൊണ്ടായിരുന്നു അതിൻ്റെ നിർമ്മിതി. പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എങ്കിലും പിരിയൻ സ്ഫടികദണ്ഡുകൾ ചില രേഖാചിത്രങ്ങൾക്കൊപ്പം പണിപ്പുരയിലെ മേശപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിലൊന്നെടുത്തു നോക്കി. ക്വാർട്സ് ആണെന്ന് തോന്നി. ഇവിടെ നോക്കൂ, ഡോക്ടർ ചോദിച്ചു. നിങ്ങളിത് കാര്യമായിട്ട് തന്നെയാണോ? അതോ കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങളെ കാണിച്ച ആ പ്രേതവിദ്യ പോലെ വല്ല തട്ടിപ്പുമാണോ? ഈ യന്ത്രത്തിൽ കയറി വിളക്കുയർത്തി പിടിച്ചുകൊണ്ട് കാലയാത്രികൻ പറഞ്ഞു. ഞാൻ കാലത്തെ ജയിക്കും, മനസ്സിലായോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഗൗരവമായി വേറൊന്നിനെയും കണ്ടിട്ടില്ല. അതെങ്ങനെ എടുക്കണമെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. ഡോക്ടറുടെ തോളിലൂടെ ഞാൻ ഫിൽബിയെ നോക്കി. ഗൗരവം നടിച്ചുകൊണ്ട് അയാൾ എന്നെ നോക്കി കണ്ണിറുക്കി.